ജാസ്മിനെയും ഗബ്രിയെയും രണ്ട് ടീമിലാക്കിയതിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരേ ഒരാൾക്കാണ് പ്രതിഷേധമുള്ളത്. ജാൻമണി ദാസിന്. അതെ, ജാൻമണി അതിന്റെ പേരിൽ തന്റെ പ്രിയ സുഹൃത്തായ ജിൻഡോയോട് വഴക്കിടുക പോലും ചെയ്തു. ഞാൻ പവർ റൂമിലാണ്, എനിക്കും അറിയാം പവറൊക്കെ കാണിക്കാൻ. ജിൻഡോ ചേട്ടൻ ക്യാപ്റ്റനായപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല അല്ലേ, ഞാൻ എത്ര തവണ പറഞ്ഞതാണ്, അപ്പോൾ കേട്ടില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ജാൻമണി എടുത്തിരിക്കുന്നത്. അതായത് സത്യത്തിൽ ജാൻമണിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇനി ലൈവിൽ അത് എവിടെയെങ്കിലും അവർ റിവീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എത്രയൊക്കെ ഫുൾ ഇരുന്ന് കാണുന്നു എന്ന് പറഞ്ഞാലും കുറേ നമുക്ക് മിസ്സായി പോകുമല്ലോ എന്തായാലും. സോ ജാൻമണി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഒന്നിച്ച് നിന്ന് കളിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നിക്കാണും. എന്ന് വെച്ചാൽ കൂടുതൽ നെഗറ്റീവ് ആവുന്നെങ്കിലോ എന്നതായിരിക്കാം. പിന്നെ ഈ ടീമിനകത്ത് ഇവർക്ക് കുറേ ഇവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ടീമിൽ വരണം, അല്ലാത്തവരൊക്കെ വേറെ ടീമിൽ നിന്നോട്ടെ എന്നുള്ള ടാർഗറ്റുകളും ഇവർക്കുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അൻസിബ ജാൻമണിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. അൻസിബയുടെ ഉള്ള ഗ്രൂപ്പിലേക്കാണ് ജാസ്മിൻ പോയിരിക്കുന്നത്. അതിന്റെ നീരസം ഉണ്ടാകാം. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ജാൻമണി ഈ ഗബ്രിയെയും ജാസ്മിനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചല്ലോ. അപ്പോൾ അത് നെഗറ്റീവ് ആകുമെന്നുള്ള ഒരു സംശയം കാരണം ഒന്ന് വെളുപ്പിക്കാനായിട്ട് ഞാൻ കാരണമാണ് അവരൊരു ടീമിൽ നിന്നത് എന്ന് പറയാമല്ലോ. ഞാനാണ് ജിൻഡോ ചേട്ടനോട് പറഞ്ഞത് എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ജാസ്മിൻ്റെയും ഗബ്രിയുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയിട്ടുമാകാം. ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം. മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. നിങ്ങൾ ആരെങ്കിലും ലൈവ് കണ്ടവർ അങ്ങനെ എന്തെങ്കിലും സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ജാസ്മിനെയും ഗബ്രിയെയും ഒരു ടീമിൽ ഇടണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം. രണ്ടാമത് നമ്മുടെ ഇപ്പോൾ പവർ ടീമിൽ നിന്ന് വെളിയിലിറങ്ങിയ അഭിഷേകിനെ നെക്സ്റ്റ് ടീമിലേക്ക് ആക്കണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്കപ്പോൾ പവർ ടീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരുടെ ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇവരങ്ങനെ കുറേ പ്ലാനിങ്ങുകളാണ് അവർക്കുള്ളത്. പക്ഷേ ജിൻഡോ കട്ടായം പറഞ്ഞു ഒന്നും നടക്കില്ല, എൻ്റെ തീരുമാനമാണ് അവരെ ഒരു ടീമിൽ നിർത്തണ്ട എന്നുള്ളത് എന്ന് ജിൻഡോ കറക്റ്റ് പറഞ്ഞു. ഞാൻ എല്ലാവരോടും സംസാരിച്ചു, പക്ഷേ ഡിസിഷൻ എൻ്റെതാണ് എന്നാണ് ജിൻഡോ പറയുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ജിൻഡോ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കിടിലം പ്ലെയർ തന്നെയാണ് കേട്ടോ ജിൻഡോ. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈവൻ സായിക്കും സിബിനും പോലും ഇപ്പോൾ ജിൻഡോയെ ചെറിയ പേടിയുണ്ട്. കാരണം ജിൻഡോ എങ്ങനെ വേണമെങ്കിലും ഗെയിമിനെ ചേഞ്ച് ചെയ്ത് കളയും. എന്തായാലും ജാൻമണിയുമായിട്ട് പറയാനുള്ളത് മോത്തോക്കി തന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. നീ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഞാൻ നിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, നീ കേട്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും, പക്ഷേ നമ്മൾ ഒന്നിച്ചിവിടെ ഗെയിമൊന്നും കളിച്ചിട്ടില്ലല്ലോ. അപ്പം നീ എന്നെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെയും പല സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിൻ്റെ തീരുമാനങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുമില്ല, ഞാൻ പറയുന്നതൊന്നും നീ കേട്ടിട്ടുമില്ല. പിന്നെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നമ്മുടെ ജിൻഡോ തിരിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്. സോ ഇത് ജാൻമണി ആയതുകൊണ്ട് ഇത് അവർ മറക്കത്തില്ല കേട്ടോ. ഇവരിതിനിപ്പോൾ ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കും എന്നുള്ളത് ഒരു പ്രശ്നം. തരം കിട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ ഇത് നമ്മുടെ ജിൻഡോയുടെ നേരെ ഈ ഒരു ദേഷ്യം വച്ചിട്ട് പെരുമാറാനും ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.